ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളുടെ ലൈംഗികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ സമയത്ത് അവർക്ക് സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ, അവരുടെ കുറച്ച് ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ലൈഫിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോരോ സ്റ്റേജ് അനുസരിച്ച് ഇമോഷൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഈ ഓരോ സ്റ്റേജ് കണക്കാക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 10 വയസ്സ് വരെ ഒരു സ്റ്റേജ്, പിന്നെ 10 മുതൽ 20 വരെ വേറൊരു സ്റ്റേജ്, 20 മുതൽ 30 വരെ വേറൊരു സ്റ്റേജ്, അങ്ങനെ ഓരോരോ സ്റ്റേജാണ്. അപ്പോൾ ഇവിടെ ഈ 40-നും 50-നും ഇടയ്ക്ക് എന്ന് പറയുന്ന ഈ സ്റ്റേജിലുള്ള ചില പ്രത്യേകതകളുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളിലും പുരുഷനിലും ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ എന്നാലും സ്ത്രീകളിലാണ് കൂടുതലും അത് പ്രകടമാകുന്നത്. ചില സ്ത്രീകൾക്ക് ഈ സമയത്ത് ലൈംഗികത കുറവാണെങ്കിൽ ചിലവർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഈ ചെറുപ്പക്കാരോട് വളരെയേറെ ആകർഷണം കൂടും. അപ്പോൾ ചിലർക്ക് ഈ ദാഹവും വിശപ്പും കൂടാനായിട്ട് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ സമയത്തൊക്കെ അവരുടെ മനസ്സ് കുറേയൊക്കെ അങ്ങ് ഫ്രീ ആവും. കാരണം കുട്ടികളൊക്കെ കുറച്ച് അവരുടെ കാര്യങ്ങൾ നോക്കാറായി, പിന്നെ കുറച്ച് ഫ്രീ ആവും. അതുപോലെ തന്നെ മനസ്സിൻ്റെ സന്തോഷം, ആരോഗ്യം, ലൈംഗികത, സൗന്ദര്യം, സാഹചര്യങ്ങൾ, ഇതൊക്കെയായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അതനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും പിന്നീട് വരും വർഷങ്ങളിൽ കിട്ടുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ അവയവങ്ങളുടെ ആരോഗ്യവും ഷേപ്പും അതിൻ്റെ പ്രവർത്തനമൊക്കെ നിലനിർത്തണമെങ്കിൽ അതിന് സ്റ്റിമുലേഷൻ വേണം. ആ ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഈ അവയവങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ സ്റ്റിമുലേഷൻ കിട്ടിയില്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെടും. പ്രത്യേകിച്ചും മാറിടങ്ങൾ, അതുപോലെ യോനി ഭാഗം, അതുപോലെ മുഖം. അപ്പോൾ ഇതിനൊക്കെ സ്പർശനത്തിൽ കൂടിയുള്ള ഉത്തേജനം അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ലൈംഗികപരമായിട്ട് പല മാറ്റങ്ങൾ സംഭവിച്ചേക്കാവുന്ന ഒരു സ്റ്റേജാണിത്. അതിന് ശാരീരികമായ കാരണമുണ്ട്, മാനസികമായ കാരണമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകൾക്ക് ചേഞ്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ മെനപ്പോസ് സംഭവിക്കുന്ന സ്റ്റേജാണ്. ചില ആൾക്കാർ സ്വന്തം സുഖങ്ങളെല്ലാം മാറ്റിവെച്ച് ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നു, അതിനകത്ത് ഉത്കണ്ഠപ്പെടുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 40 വയസ്സ് വരെ ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു. പക്ഷേ ഈ 40-നും 50-നും ഇടയ്ക്കുണ്ടല്ലോ ഒരു ജംഗ്ഷനാണ്. ഈ സ്ട്രെയിറ്റ് റോഡ് വന്നിട്ട് ഒരു ജംഗ്ഷൻ വരുന്ന പോലാണിത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ട് വേണേലും പിന്നെ 2 റോഡുണ്ട്, 2 വഴിയുണ്ട്, അല്ലെങ്കിൽ പല വഴികളുണ്ട്. അപ്പോൾ എങ്ങോട്ട് വേണേലും നമുക്ക് പോകാം. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ഒരുപാട് മാറ്റം വരാവുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് ഇൻട്രസ്റ്റൊക്കെ കാണിച്ച് അതിനകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 2-3 വഴിയുണ്ടെന്ന്. അപ്പോൾ അവർ മറ്റെന്തെങ്കിലും ഒരു വഴി കാണുന്നു. ലൈംഗികപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല, കൂടുതൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മനോഭാവമൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ പങ്കാളിയായിട്ടുള്ള ലൈംഗികതയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. ചിലർക്കാണെങ്കിൽ തീരെയില്ല. അതുപോലെ ഈ പങ്കാളിക്കൊക്കെ പല പല അസുഖങ്ങൾ വന്നിട്ട് ശരിയായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. എന്നാൽ ചിലവരെ സംബന്ധിച്ച് അങ്ങനല്ല. അവരുടെ ശരീരത്തെ അവർ വളരെയേറെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ അവർ ബഹുമാനിക്കുന്നു. അങ്ങനെ ഇതിനകത്ത് അവർ താല്പര്യം നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. എത്ര ഫാമിലി ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടെങ്കിലും അവരെ അത് ബാധിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടാൻ കാരണം ഈ അടുത്ത സമയത്ത് ഒരു ആൻറ്റിയെ പരിചയപ്പെട്ടു. നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ എന്നിട്ട് പോലും അവർ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും സ്വയംഭോഗം ചെയ്യും. കാരണം പങ്കാളിയായിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല, പക്ഷേ സ്വയം അത് ചെയ്ത് ആസ്വദിക്കുന്നു. അപ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് അവർക്ക് ഇതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അവർ പറയുന്നത് മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവരവരുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവർക്കും വേണ്ട ഒരു റിലാക്സേഷൻ. ഇവരെ സംബന്ധിച്ച് മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് സ്വയം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രായത്തിലും അവരുടെ ആരോഗ്യം, അവരുടെ വസ്ത്രധാരണം, മൊത്തത്തിലുള്ള ആ പേഴ്സണാലിറ്റി എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി.
ആരും അടിച്ചു കൊടുക്കാനില്ലെങ്കിലും നിരാശപ്പെടാതെ സ്വയം അതിനുള്ള മാർഗം കണ്ടെത്തി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബിറ്റ്വീൻ 40-50 ഈ സമയത്താണ് ഒരു സ്ത്രീ ഏറ്റവും നന്നായിട്ട് വ്യത്യസ്തമായ രീതിയിലൊക്കെ ലൈംഗികതയെ ആസ്വദിക്കേണ്ടത്. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഫാൻറ്റസി കണ്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ പ്രായത്തിലുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവരുടെ മൈൻഡ് ഫ്രീ ആകേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ പലരും അങ്ങനല്ല. പക്ഷേ പലരും ഈ ഒരു സമയത്ത് ഈ ഈ മക്കളുടെയൊക്കെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠ അവർ സ്വയം സൃഷ്ടിക്കാറുണ്ട്. അവർ സ്വന്തം കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കാറൊക്കെ ആയവരാണ് എന്നിട്ട് പോലും. അപ്പം ഞാനിത് പറയാൻ കാരണം ഈ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, പ്രത്യേകിച്ചും ലൈംഗികതയിലുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണോ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടാകുന്നത്, അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള അങ്ങോട്ടുള്ള ലൈഫ് ലോങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകൾ കടന്നു പോകുന്നത്. കാരണം ഈ ഒരു 10 വർഷം നിങ്ങളിത് വേണ്ട, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ലൈംഗികതയിലൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഉള്ളതെങ്കിൽ പിന്നീട് ഒരു 60-65 കഴിയുമ്പോൾ പിന്നീട് അത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. അത് തന്നെയല്ല, ഇതിനിടയ്ക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് നമ്മുടെ മൈൻഡ് അവിടെ കയറി പിടിക്കും, എവിടെയെങ്കിലും ഒന്ന് പിടിക്കും. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത വേറെ ഏതെങ്കിലും കാര്യത്തിൽ പിടിച്ചിട്ട് പിന്നെ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഇടയ്ക്കൊരു മാറ്റം വരുത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളൊരു 50-55 ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ ചില ആൻറ്റിമാർക്ക് ഈ സമയത്ത് ചെറുപ്പക്കാരോട് ഇച്ചിരി അട്രാക്ഷൻ കൂടുതലായിട്ട് തോന്നും. അവരോട് കൂടുതൽ സംസാരിക്കാനും അവരെ ആകർഷിക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പ്രായത്തിലുള്ള സുന്ദരിമാരായ ആൻറ്റിമാരുണ്ടല്ലോ, കണ്ടാലൊക്കെ വളരെ ആകർഷണം തോന്നുന്ന ആൻറ്റിമാർ, അവരോട് ഈ പുരുഷന്മാർക്ക് പൊതുവേ ഒരു ഇഷ്ടമുണ്ട്. യഥാർത്ഥത്തിൽ ആരോഗ്യം, സൗന്ദര്യം, ലൈംഗികത ഇത് മൂന്നുമായിട്ടും വളരെയേറെ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പച്ച പിടിച്ച് നിർത്തണമെങ്കിൽ ഈ പ്രായത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആകർഷണം കൊണ്ടും ഈ ലൈംഗികത കൊണ്ടും അല്ലെങ്കിൽ ഈ സൗന്ദര്യ സംരക്ഷണം കൊണ്ടും ഒക്കെയുള്ള ഗുണം എന്താണ്? അപ്പം നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള നാഡീ ഞരമ്പുകളൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കണമെങ്കിൽ, ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഓർഗാസം കൊണ്ടും ഈ പറയുന്ന ഇജാക്കുലേഷൻ കൊണ്ടുമൊക്കെ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അമിതമായ സന്തോഷം കിട്ടുന്ന സാഹചര്യമുള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിമുലേഷനുകൾ ഇടയ്ക്കിടയ്ക്ക് നടന്നെങ്കിലേ നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ, നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നവർ സ്വയംഭോഗം ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പോൾ ശീലമാക്കി എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ആഴ്ചയിലൊരു 1-2 പ്രാവശ്യമെങ്കിലും ചെയ്യണം. പലർക്കും ഇതിനോടൊരു നെഗറ്റീവ് മനോഭാവം ഇപ്പോഴും ഉള്ളവരുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലയോ, അല്ല ഇനി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള മനോഭാവം നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ഈ ഒരു ഘട്ടം കഴിയുമ്പം ശരീരത്തെ പല വേദനകൾ, അസുഖങ്ങൾ ഒക്കെയായിട്ട് പിന്നീട് മാറുന്നു. കാരണം അവരുടെ ബ്രെയിൻ പോസിറ്റീവായിട്ട് സ്റ്റിമുലേഷൻ ചെയ്യുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്താണ് ശരീരം ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മാരണങ്ങളുടെയൊക്കെ ആ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ കുറയാനുള്ള ഒരു ടെൻഡൻസി ഈ സ്റ്റേജിൽ കാണിക്കും. അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഓയിൽ മസാജ് ചെയ്യാം. അവിടെ ഒന്നുകിൽ സ്വയം ചെയ്യാം, അല്ലെങ്കിൽ പങ്കാളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ യോഗ, വ്യായാമം ഒക്കെ ചെയ്ത് ശരീരത്തിൻ്റെ ഷേപ്പ് നിലനിർത്തണം. കാരണം ഈ ഒരു സ്റ്റേജിൽ ബെല്ലി ഫാറ്റ് കൂടുതലായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ബെല്ലി ഫാറ്റ് വന്നു കഴിഞ്ഞാൽ ഷേപ്പ് നഷ്ടപ്പെടും. പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ ബട്ടക്സിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ശരീരത്തെ കെയർ ചെയ്യുന്ന പോലെ മനസ്സിനെയും കെയർ ചെയ്യണം. അതിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ചെറുപ്പം നിലനിർത്തണം. അതിനുവേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയോ സംഘടിപ്പിക്കണം. അവരുമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണം. അപ്പോൾ അത് മനസ്സിലിങ്ങനെ അതിൻ്റെ ഒരു ആ സ്വീറ്റ്നെസ് എപ്പോഴും നിലനിർത്തും. ഇനി അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ നമുക്ക് തന്നെ ഫാൻറ്റസി കാണാം, പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ അതിനോടൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ശരിയായ മാർഗം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റേജ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ മറ്റാരും പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ എത്രത്തോളം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നോ അതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇതിനകത്തൊരു സെൽഫ് മോട്ടിവേഷനിൽ കൂടെ മാത്രമേ ഇത് തുടർന്നുകൊണ്ട് പോകാനൊക്കെ ഉള്ളൂ. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സന്തോഷമെല്ലാം മാറ്റിവെച്ച് ജീവിക്കുന്ന കുറേ ആൻറ്റിമാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവർ സന്തോഷമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് ജീവിക്കുന്നവർ ഒരു പക്ഷേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതുന്നത് കൊണ്ടുമായിരിക്കാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.